പരിശുദ്ധമായ മുഹറം ആചാരങ്ങളും അനാചാരങ്ങളും എന്ന ഒരു വിഷയത്തിലാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുകയും പരിശുദ്ധമായ മുഹറം മാസത്തെ നമ്മൾ ആദരിക്കേണ്ടത് എങ്ങനെയാണ്, ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ ഹ്രസ്വമായ ഒരു സമയത്തിന്റെ ഉള്ളിൽ വളരെ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വലിയ സ്വാലിഹായ അമലായി, സൽക്കർമ്മങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിശ്രേഷ്ഠവും വളരെ സുന്ദരവുമായ ഒരു ദിവസം നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. അതാണ് യൗമു ആശൂറ. ആ പരിശുദ്ധമായ ദിവസത്തിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണവും ആ പേരിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് 10 മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയ വലിയ പവിത്രതകളും ആ വിശുദ്ധമായ ദിവസത്തെ ബഹുമാനിച്ചാൽ ലഭിക്കുന്ന വലിയ സുന്ദരമായ സാഹചര്യങ്ങളെയുമെല്ലാം കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ വിവരിക്കുകയുണ്ടായി. സാന്ദർഭികമായി ആ വിശുദ്ധമായ ദിവസത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പരിശുദ്ധമായ മുഹറം ആശൂറയുടെ ദിവസം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവും വലിയ ബഹുമാനവും നൽകിയ ആ പവിത്രമായ ദിവസം, ആ ദിവസം ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. എന്തൊക്കെ കർമ്മങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്? ആ ദിവസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഇടയിൽ ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് മുതലേ ആരുടെയൊക്കെയോ വാക്കുകളിലൂടെ വന്നു കേട്ടിട്ടുള്ള ഒരുപാട് അവിശ്വാസങ്ങളായ അല്ലെങ്കിൽ ഒരിക്കലും ഇസ്ലാമിന്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലോകത്തു തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. റാഫിളിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗം ആളുകൾ, അവരിൽ നിന്നാണ് ഷിഈസം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മോശത്തരങ്ങളുടെ പ്രവർത്തനത്തിന് അരങ്ങ് പിടിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമെല്ലാം ഖിലാഫത്ത് എന്ന് പറയുന്ന സുന്ദരമായ പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആ വലിയ സ്ഥാനമാനങ്ങളെ തട്ടിയെടുക്കുകയും ആ സ്ഥാനമാനങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു വാദങ്ങളുമായി സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന ഈ ഷീസം പിന്നീട് നമുക്ക് കാണുന്നത് മഹാനായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമാ, വലിയ മഹാനാണ്. പരിശുദ്ധമായ കർബലയിൽ യസീദിന്റെ അതിധിക്കാരമായ പ്രവർത്തനത്തിന്റെ ഫലമായി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ കർബല രക്തക്കളത്തിൽ ഷഹീദായി എന്ന ചരിത്രമൊക്കെ നമുക്കറിയാൻ കഴിയും. ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് പിന്നീട് കാണുന്നത് ഈ വിഭാഗം ആളുകൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമണങ്ങളും അതിനിഷ്ഠൂരവും മോശത്തരവുമായ പ്രവർത്തനങ്ങളാണ്. ഒരിക്കലും ഇസ്ലാം ഒരാൾ മരണപ്പെട്ടു എന്നതിന്റെ പേരിൽ അമിതമായ ദുഃഖം രേഖപ്പെടുത്താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ ദുഃഖത്തിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് ഒരിക്കലും നമ്മൾ കടക്കാൻ പാടില്ല. എന്തിനധികം പറയണം, നമ്മുടെ ഉപ്പമാരോ നമ്മുടെ ഉമ്മമാരോ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആര് മരണപ്പെട്ടാലും ആ മരണപ്പെട്ടവരുടെ ദുഃഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അത് എന്താണ്? അതൊരിക്കലും അമിതമാകാൻ പാടില്ല, നെഞ്ചത്തടിക്കാൻ പാടില്ല, അലറി വിളിക്കാൻ പാടില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ നാഥനായ റബ്ബിന്റെ തീരുമാനമാണ്.
ആ തീരുമാനത്തിന്റെ പിന്നിൽ ക്ഷമയോടുകൂടെ റബ്ബിന്റെ തീരുമാനത്തെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അവിടെ അലമുറയിടുവാനോ അവിടെ നെഞ്ചത്തടിക്കുവാനോ ഒരിക്കലും ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. പല സ്ഥലങ്ങളിലും കാണുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ബാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരോ ആയ ആളുകൾ നടത്തിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനങ്ങൾ വളരെയധികം വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും എത്ര പറഞ്ഞാലും അനുസരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അള്ളാഹുവിൻ്റെതാണ് തീരുമാനം. നാഥനായ റബ്ബിന്റെ തീരുമാനം വന്നാൽ ആ തീരുമാനം വരുന്ന സമയത്ത് റബ്ബിലേക്ക് യാത്ര ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ കടമയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. ആ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ എപ്പോഴും കൽബിൽ ഓർത്തു വെക്കണം. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു തീരുമാനം റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവിടെ ക്ഷമയോടുകൂടെ ആ ഒരു പ്രവർത്തനത്തെ നേരിടാനുള്ള നല്ല ഇച്ഛാശക്തിയും നല്ല തന്റേടവും കാണിക്കണമെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് പ്രത്യേകമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും പരിധി വിടാൻ പാടില്ല, നെഞ്ചത്തെ കടിക്കാൻ പാടില്ല, അലറി വിളിക്കാൻ പാടില്ല. അതെല്ലാം ആ മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിനാണ് ദോഷമായി ഭവിക്കുക എന്ന കാര്യം ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയിലെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ, നഊദു ബില്ലാഹ്, അവരുടെ ശരീരങ്ങൾ കീറുകയാണ്. അവരതാ വലിയ കത്തികളെടുത്ത് നെഞ്ചത്തേക്ക് അടിക്കുകയാണ്, കുത്തുകയാണ്. അവരുടെ ശരീരത്തിലൂടെ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊരിക്കലും ഇസ്ലാമല്ല. ലോകത്തിന്റെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് അങ്ങനെ ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രവർത്തനങ്ങളെങ്കിൽ, ഈ ദുഃഖ പ്രകടനങ്ങളെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്താവേണ്ടിയിരുന്നു. പക്ഷേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളുടെ മരണവിവരം അങ്ങ് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ മദീന തെരുവേദികളിലൂടെ വാളുമെടുത്ത് എന്റെ മുത്തു റസൂലുള്ളാഹ് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടുമെടോ എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി മദീന തെരുവേദികളിലൂടെ നടന്നപ്പോ ലോകത്തെ ഏറ്റവും വലിയ ഈ ഉമ്മത്തിലെ നേതാവ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് അവിടത്തെ സമാശ്വസിപ്പിക്കുകയാണ്, സ്വാന്തനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ മുഅ്മിനീങ്ങളെ, മരണവുമായി ബന്ധപ്പെട്ട് ഒരു അമിതമായ ദുഃഖ ആചാരണങ്ങളോ പ്രചരണങ്ങളോ പരിപാടികളോ അലമുറയിടലോ നെഞ്ചത്തടിക്കലോ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കാര്യങ്ങളെ ക്ഷമയോടുകൂടെ നേരിടാനുള്ള വലിയ മഹാഭാഗ്യവും വലിയ തൗഫീഖും അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ആശൂറ എന്ന് പറയുന്ന ഒരു പവിത്രമായ ദിവസം, ആ ദിവസവുമായി ഒരുപക്ഷേ ഷിയാക്കളല്ലാത്ത
പല വിഭാഗം മനുഷ്യന്മാർക്കിടയിൽ വേറെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ആദ്യമായി ഞാൻ പറയുന്നത് ഈ ശീസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരുപാട് അനാചാരങ്ങളുണ്ട്, അമിതമായ ദുഃഖപ്രകടനങ്ങളുണ്ട്. അതൊരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. പരിശുദ്ധമായ ആശൂറായിന്റെ പവിത്രമായ ദിവസം, ആ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വലിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ബസറ എന്ന് പറയുന്ന നാട്ടിലെ ധാരാളം സമ്പത്തും അനുയായികളുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. വലിയ സമ്പത്തിന്റെ ഉടമയാണ്, വലിയ ധനികനാണ്, വലിയ അംഗീകാരമുള്ള ആളാണ്. ഒരുപാട് അനുയായികൾ അയാൾക്കുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യുന്നുവെന്നറിയോ? പരിശുദ്ധമായ യൗമു ആശൂറാ അന്നത്തെ ദിവസം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ്, തന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഖുർആനും ദിക്റും തസ്ബീഹും ചൊല്ലി രാത്രിയെ സജീവമാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കും സജീവമാക്കണം. കൊറോണ കാലമാണ്, കോവിഡ് കാലമാണ്. പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിന്റെ അപ്പുറം ഒരിക്കലും നമ്മൾ കടക്കാൻ പാടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ദിക്റും ഖുർആനും തസ്ബീഹും ചൊല്ലണം. പറയട്ടെ, വരുന്നവർക്കെല്ലാം ഭക്ഷണം നൽകുന്നു, പാവങ്ങളോട് വിശേഷണങ്ങൾ അന്വേഷിക്കുന്നു, വിധവകൾക്കും അനാഥകൾക്കും നന്മകൾ ചെയ്യുകയാണ്, സ്വതക്കകൾ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയുണ്ട്. നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരെ. എത്രയോ ആളുകൾ വിളിച്ച് വേദന പറയാണ്, ഉസ്താദേ എന്റെ മകൾ എഴുന്നേറ്റ് നടക്കുന്നില്ല, എന്റെ മകൾക്ക് കണ്ണ് കാണുന്നില്ല, എന്റെ മകൾക്ക് മകനിക്ക് വലിയ ബുദ്ധി തീരെയില്ല, വലിയ പ്രയാസങ്ങളാണ്. എല്ലാ പ്രയാസങ്ങളും മാറാൻ ഈ ചരിത്രത്തിൽ നമുക്കൊരു പാഠമുണ്ട്. നന്നായി ശ്രദ്ധിക്കണേ. ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഈ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിതാവിനോട് ചോദിക്കുന്നു, അല്ലയോ ബാപ്പാ, എന്തിനാണ് നമ്മുടെ അയൽവാസിയായ മനുഷ്യന് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ബാപ്പാ? അപ്പോഴാണ് ഈ ബാപ്പ പറയുന്നത്, മോളെ, അല്ലാഹുവിൻകല് വലിയ മഹത്വവും ബഹുമാനവുമുള്ള ഒരു രാത്രിയാണ് ഈ രാത്രി കേട്ടോ. വിശുദ്ധമായ ആശൂറായിന്റെ രാവ് വലിയ മഹത്വമുള്ള രാത്രിയാണ് മോളെ. ഉടനെ ആ സഹോദരി എന്ത് ചെയ്തെന്നറിയോ? എല്ലാവരും അങ്ങ് കിടന്നുറങ്ങി. അപ്പുറത്തെ അയൽപക്ക വീട്ടിൽ അപ്പോഴും ദിക്റും തസ്ബീഹും ഖുർആനും നടക്കുകയാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ സാധുവായ പെൺകുട്ടി ദിക്റും കേട്ട് അത്താഴ സമയം വരെ ഉറക്കമൊഴിച്ചിരിക്കുന്നു. ഈ കാലിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പൊന്നുമോള്, അതാ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പൊന്നുമോള് ആ ദിക്റും ഖുർആനും തസ്ബീഹും കേട്ട് അവരുടെ കൂടെ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. രാത്രി സമയവും മുഴുവനും ആ പെൺകുട്ടി സമയം ചെലവഴിക്കുകയാണ്. അവസാനം ആകാശത്തേക്ക് ആ പെൺകുട്ടി കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നു, യാ സയ്യിദി വ മൗലായ,
എന്റെ റബ്ബേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ബിഹുർമതി ഹാദിഹിൽ ലൈലത്തി ഇൻദക ഇന്നത്തെ ആശൂറായിന്റെ രാത്രിക്ക് നിന്റെ അടുക്കൽ വലിയ മഹത്വമുണ്ടല്ലോ റബ്ബേ وبهؤلاء الأقوام الذين تابوا يتلون ذكرك ساهرين في طاعتك إلا ما عفيتني ومسحت ضري وجبرت قلبي بعد كسري അപ്പുറത്തെ വീട്ടിലെ നിനക്ക് ദിക്റും ഖുർആനും തസ്ബീഹും ചൊല്ലി ഒരുമിച്ച് കൂടിയ ഒരുപാട് നല്ലവരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ എന്റെ വേദനകളെ നീ മാറ്റിത്തരണേ അല്ലാ എന്റെ കാലിന് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി നീ തരണേ റബ്ബേ എന്റെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ എന്റെ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ എന്റെ ദുഃഖങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ആശൂറായിന്റെ രാത്രിയിൽ സുബഹി വരെ അങ്ങനെ അങ്ങ് ഉറക്കമൊഴിച്ച് ദുആ ചെയ്തു സുബ്ഹാനല്ലാഹ് പ്രഭാത സമയമായപ്പോൾ ആ സഹോദരി തന്റെ ശരീരത്തിലേക്ക് അങ്ങ് നോക്കുന്ന സമയം ശരീരമതാ നല്ല അവസ്ഥയിലായിട്ടുണ്ട് രോഗവും വേദനയുമെല്ലാം മാറി ആ സഹോദരി ആ പെൺകുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നല്ല ആരോഗ്യമുള്ള മോളായി മാറി അല്ലാത്ത ആരോഗ്യമെല്ലാം ശിഫയായി ആ പെൺകുട്ടിയുടെ പിതാവ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലേന്ന് രാത്രി വരെ കിടന്ന് ആ കിടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത പൊന്നുമോള് എഴുന്നേറ്റ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ആ മകളോട് ചോദിക്കുകയാണ് മോളെ നിനക്കെന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ആ മകള് പറയുന്നത് യാ അബത്തി ഓ എന്റെ പൊന്നാര ബാപ്പാ ഇന്നി തവസ്സൽതു ബിഹാദിഹിൽ ലൈലതി ഇലാ സയ്യിദി ഫഅസാല ദുർരി വഅഫാ ജസദി എന്റെ റബ്ബിലേക്ക് ഇന്നത്തെ രാത്രിയിൽ കഴിഞ്ഞ രാത്രിയുണ്ടല്ലോ ആശൂറായിന്റെ രാത്രിയുണ്ടല്ലോ ആ രാത്രിയിൽ എന്റെ റബ്ബിലേക്ക് ഞാൻ കൈകൾ ഉയർത്തേണ്ടതുപോലെ ആ രാത്രിയെ തവസ്സുല് ചെയ്തുകൊണ്ട് ആ രാത്രിയെ മുൻനിർത്തിക്കൊണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ റബ്ബ് എന്റെ വേദനകളെ മാറ്റി തന്നു എന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടി സുബ്ഹാനല്ലാഹ് ഓ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ആശൂറായിന്റെ രാത്രിയെ ബഹുമാനിച്ച് ആദരിച്ച് ആ രാത്രിയിൽ റബ്ബിലേക്ക് ദുആ ചെയ്യേണ്ടതുപോലെ ഒരു സഹോദരിയായ ഒരു പാവം പെൺകുട്ടി റബ്ബിലേക്ക് കൈ ഉയർത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ വേദനകളും പ്രയാസങ്ങളും മാറിയത് വലിയ മഹാന്മാർ റൗദുൽ ഫായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വലിയ മഹാന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നല്ല രാത്രിയാ വരാൻ പോകുന്നത്. നമ്മൾ തയ്യാറാവണം നേരത്തെ തന്നെ. റബ്ബിലേക്ക് നമ്മുടെ കൈകളെ നമുക്ക് നീട്ടണം. അള്ളാഹുവിനോട് നമുക്ക് കരഞ്ഞ് ദുആ ചെയ്യണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു നിസ്സാരമായ രാത്രിയല്ല, ഒരു നിസ്സാരമായ ദിവസമല്ല ആശൂറായിന്റെ ദിവസം. മഹാനായ ഫത്ഹ് ഇബ്നു ശഫറഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ ദിവസവും റൊട്ടിയും പൊടിച്ച് ഉറുമ്പുകൾക്ക് ഞാൻ നൽകാറുണ്ട്.
ഇന്ന യൗമ ആശൂറാ തസൂമുഹുൻ നംലൂ. എല്ലാ ദിവസവും റൊട്ടി പൊടി പൊടിയാക്കി ഞാൻ ഉറുമ്പുകൾക്ക് നൽകാറുണ്ട്. ഒരു ആശൂറായിന്റെ ദിവസം അതാ ഞാനതാ റൊട്ടികളെ പൊടി പൊടിയാക്കി ഉറുമ്പുകൾക്ക് അങ്ങിട്ട് കൊടുത്തപ്പോൾ ആ ഉറുമ്പുകളതാ പകല സമയത്ത് ആ ഭക്ഷണം ഭക്ഷിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അബ്ബാസി ഖലീഫയായ ഖാദിർ ബില്ലാഹ് എന്ന വലിയ മഹാനും അതുപോലെ ഫത്ഹ് ഇബ്നു ശഫറത്ത് റളിയല്ലാഹു അൻഹുവും പറയുകയാണ്, ഇന്ന യൗമ ആശൂറാ തസൂമുഹുൻ നംലൂ. ആശൂറാഇന്റെ ദിവസം അതേ ഉറുമ്പുകളും മൃഗങ്ങളും നോമ്പെടുക്കുന്നുണ്ട്. ഉറുമ്പുകൾ നോമ്പെടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ? ഖൈസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം അതാ വന്യമൃഗങ്ങളുള്ള വലിയ ഒരു കാട്, ആ കാട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ചെന്നപ്പോൾ അതൊരു ആശൂറായിന്റെ ദിവസമാണ്. അവിടെ കുറെ ആളുകൾ കൂടി ഒരു മൃഗത്തെ ഇങ്ങനെ അറുക്കുകയാണ്. ആ മൃഗത്തെ അറുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ അടുക്കലേക്ക് നമ്മൾ പോയി. അപ്പോഴാണ് ആ മൃഗത്തെ അറുക്കുന്ന ആളുകൾ പറയാണ്, ഇന്നത്തെ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, അറിയാം, യൗമ ആശൂറാ. അപ്പോഴാണ് അവര് പറയും, നിങ്ങൾ അറിയോ, ഇന്നത്തെ ദിവസം മൃഗങ്ങളും നോമ്പെടുക്കുന്നുണ്ട്, മൃഗങ്ങൾക്കും നോമ്പുണ്ട്. യൗമ ആശൂറാഇന്റെ ദിവസം മൃഗങ്ങൾക്കും നോമ്പുണ്ടത്രേ. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾക്കത് വ്യക്തമാകണമെങ്കിൽ നമ്മളത് തെളിയിച്ചു തരാം, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ? മഹാനായ ഖൈസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ, ഞങ്ങൾക്കതറിയാൻ താല്പര്യമുണ്ട്, ഒന്ന് അറിയിച്ചു തന്നാലും. അവരെയും കൂട്ടി വലിയൊരു തോട്ടത്തിലേക്ക് പോവുകയാണ്. ആ തോട്ടത്തിൽ നിന്ന് അതാ ഭക്ഷണം കൊണ്ടുവെക്കുന്നു. ധാരാളം അസുറിന്റെ സമയമായപ്പോ എല്ലാ ഭാഗത്തു നിന്നും മൃഗങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ധാരാളം ഭാഗത്തു നിന്ന് മൃഗങ്ങൾ വരാൻ തുടങ്ങി. മൃഗങ്ങൾ വന്നിട്ട് ഈ ഭക്ഷണത്തെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസം ആ മൃഗങ്ങളതാ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുകയാണ്. മഗ്രിബിന്റെ സമയമായപ്പോൾ ആ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അത് നേരിട്ട് അവർ അനുഭവിക്കുകയാണ്. പറയട്ടെ, യൗമ ആശൂറായിന്റെ അന്ന് മൃഗങ്ങളും നോമ്പ് നോൽക്കുന്നുണ്ട്. അത്രയും വലിയ പവിത്രതയുള്ള ഒരു രാത്രിയാണ് യൗമ ആശൂറാ. അത് നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, അന്നത്തെ ദിവസത്തെ ബഹുമാനിക്കണോ, അന്നത്തെ ദിവസത്തെ ആദരിക്കണോ, ആ ദിവസത്തിൽ നമുക്ക് നോമ്പെടുക്കണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസിലാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ മുഹറം 10 അന്ന്, മുഹറം മാസത്തിൽ ഒരു ഹദീസിൽ കാണാം, മുഹറം മാസത്തിൽ ഒരാള് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അഗ്നിയിൽ നിന്ന്
700 വർഷത്തെ വഴിദൂരം വിദൂരത്താക്കുന്നതാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ ആരെങ്കിലും മുഹറം മാസത്തിൽ നോമ്പെടുത്താൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് 700 മുഴം 700 വർഷത്തെ വഴിദൂരം അല്ലാഹു അയാളെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കുന്നതാണ്. അത്രയും വലിയ പവിത്രതയാണ്. അൽഹംദുലില്ലാഹ്, ഈ വർഷം അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുഹറം 10-ന്റെ അന്ന് മാത്രം ഒരു നോമ്പ്. അത് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഒന്നിരിക്കൽ 9-ന് നോക്കണം. ഇനി 9-ന് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ 10-ഉം 11-ഉം നോക്കണം. 10 മാത്രമായി ഒരു നോമ്പ് അങ്ങനെ നോക്കാൻ പാടില്ല എന്നല്ല, അതിന്റെ അദബും അതിന്റെ ബഹുമാനവും ഒന്നിരിക്കൽ 9-ഉം 10-ഉം നോക്കലാണ്, അല്ലെങ്കിൽ 10-ഉം 11-ഉം നോക്കലാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, ആ 10-ന്റെ അന്ന് ജൂതന്മാര് നോമ്പ് നോക്കുന്നുണ്ട്. അവരോട് എതിരാവൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് ഒരു പുതിയ അവസരം കൂടി ലഭിച്ചിട്ടുണ്ട്. 3 ദിവസവും ഒത്തുവരികയാണ്. വ്യാഴം, വെള്ളി, ശനി, അഥവാ മുഹറം 8, 9, 10 ഈ 3 ദിവസവും നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ആശൂറാവും താസുവാവും ഒക്കെ യോജിച്ചു വരുമ്പോൾ വലിയ പുണ്യമാണ്, വലിയ മഹത്വമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആരെങ്കിലും നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് അയാളെ അല്ലാഹു 700 വർഷത്തെ വഴിദൂരം ആ നരകത്തിന്റെയും അയാൾക്കിടയിൽ അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മദനിയും കുടുംബാംഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴം, വെള്ളിയും ശനിയും 3 ദിവസവും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നവരുണ്ട്. അവർക്ക് കിട്ടുന്ന കൂലി വലിയ കൂലിയാണ്, വലിയ മഹത്വമാണ്, വലിയ പദവിയാണ്. അല്ലാഹുവേ, 10 ദിവസവും നോമ്പെടുക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും ആ വലിയ കൂലിയും പ്രതിഫലവും പദവിയും നീ നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അവർക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം വാങ്ങാൻ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്കും അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെ വലിയ മഹത്വമുള്ള ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ആ ദിവസം ഒരുപക്ഷേ നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10-നാണ് ഷഹീദായത്. അതുകൊണ്ട് മഹാനവറുകളെ വളരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ രാഷ്ട്രീയക്കാരായ അന്നത്തെ ആ വലിയ യസീദിന്റെ സംഘം, അവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മുഹറം 10 വരെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ 10 കഴിഞ്ഞതിന്റെ ശേഷമാണ് പല വിഷയങ്ങളിലേക്കും പ്രവേശിക്കാറുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, മുഹറം 10 വരെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പാടില്ലേ? അവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല 10 ദിവസങ്ങളാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ആരും കുറ്റിയടിക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും വീടുണ്ടാക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും ഏർപ്പെടാറില്ല. എന്തുകൊണ്ട്? അത് അതിനുള്ള മാസമല്ല, അത് ഇബാദത്തിന്റെ മാസമാണ്. അത് അല്ലാഹുവിനെ ഇബാദത്തിലായി ചെലവഴിക്കാനുള്ള സമയങ്ങളാണ്. ആ സമയത്ത് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ട സമയമല്ല എന്നതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ദിവസങ്ങളിലെല്ലാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ആ ദിവസങ്ങളൊക്കെ നഹ്സായത് കൊണ്ടല്ല,
മോശമായത് കൊണ്ടല്ല. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം മോശമായത് കൊണ്ടല്ല നിങ്ങൾ അന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നല്ല ദിവസമാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട പവിത്രമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നഹ്സുകളില്ല, ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ വേറൊരു കാരണം കൂടി പറയുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നമ്മുടെ പരിപാടികൾ, പ്രധാനപ്പെട്ട പരിപാടികൾ മുഹറം 10ന്റെ അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ആദരവിന്റെയും ഒരു ബഹുമാനത്തിന്റെയും ഭാഗമാണ്. അതൊരു കാരണം ആണ്. ഏതായിരുന്നാലും മുഹറം 10ന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ നഹ്സാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അതേ സമയത്ത് ആ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുന്നതിന് പറയുന്ന ന്യായങ്ങളും അതിന് പറയുന്ന വിശദീകരണങ്ങളും ഇങ്ങനെയാണ്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ മനസ്സിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത്, ആ പരിശുദ്ധമായ മുഹറം 10ന്റെ അന്ന് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് പുണ്യങ്ങളുണ്ട്. അത് ഒന്ന് നോമ്പ് നോക്കൽ തന്നെയാണ്. എന്നാൽ നോമ്പ് നോക്കലിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം പല ഗ്രന്ഥങ്ങളിലായി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫസൂമൂഹു വവസ്സിഉ ഫീഹി അലാ ഇയാലിക്കും. അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ. അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം. നല്ല വിശാലമായ ഭക്ഷണം ഉണ്ടാക്കുക. സാധാരണ എല്ലാ ദിവസവും ഒരു കറിയാണ് ഉണ്ടാക്കലെങ്കിൽ അന്ന് 2 തരം കറി. പ്രത്യേകം കിതാബുകളിൽ കാണാം, കോഴി അറുക്കലും ആടറുക്കലും ഒക്കെ, ആടിന്റെ മാംസവും കോഴിയുടെ മാംസമൊക്കെ അന്ന് വീട്ടിൽ വിഭവം ഉണ്ടാക്കി അത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഒക്കെ കൊടുക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇനി ഒരു ദിവസം കോഴിക്കറി മാത്രമേ സാധാരണ വെക്കാറുള്ളെങ്കിൽ അന്നത്തെ ദിവസം കോഴിക്കറി വെക്കുകയും പൊരിക്കുകയും ഒക്കെ വേണം. അങ്ങനെയാണല്ലോ. ഒരു മഹത്വമുള്ള ദിവസം കുടുംബത്തിലേക്ക് വിശാലത ചെയ്യാൻ പറ്റിയ മേഖലകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അവിടെ അവർക്ക് ആ ദിവസം അങ്ങനെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വസ്സല്ലാഹു അലൈഹി സായിറ സനതിഹി, മറ്റുള്ള എല്ലാ വർഷവും അല്ലാഹു അയാൾക്ക് വിശാലത ചെയ്തു കൊടുക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. കുടുംബത്തിൽ വിശാലത ചെയ്തു കൊടുക്കണം. അതോടൊപ്പം അയൽവാസികളിലേക്കും അത് തന്റെ കുടുംബക്കാരായ ആളുകളിലേക്കും തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് നീട്ടിക്കൊടുത്താൽ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം പറയാനില്ലല്ലോ. അപ്പൊ നന്നായി കുടുംബത്തിന് അന്ന് ചെലവഴിക്കണം. യാതൊരു പിശുക്കത്തരവും നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല വിശാലത. ഒരു പക്ഷേ ചില മക്കള് കോഴി കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അതേ സമയത്ത് ആ മക്കളിൽ ചില മക്കൾ ആട് കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ അവർ ബീഫ് കഴിക്കുന്നവരായിരിക്കും. എങ്ങനെയായിരിക്കും? ചില മക്കൾ ചില രൂപത്തിലാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്നില്ല. ഇന്ന് കോഴി മാത്രമേ ഉള്ളൂ, നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറയലല്ല. ആ മക്കളെയും പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല വിഭവം എന്താണോ അതുണ്ടാക്കി കുടുംബത്തിലെ വിശാലത ചെയ്തു കൊടുക്കണം. അങ്ങനെ വിശാലത ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ വർഷവും അല്ലാഹു നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലുമെല്ലാം അല്ലാഹു വലിയ വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാന്മാർ അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയ വിഷയങ്ങളാണ്. മുജറബായ കാര്യമാണ്. 50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ്, ഈ വിഷയം സത്യമാണ് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്.
50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് അത് സത്യമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര മഹാന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജറബ്നാഹു ഫവജദ്നാഹു സഹീഹൻ. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, ജറബ്നാഹു 50 ഔ 60 സന, 50 വർഷത്തോളം അല്ലെങ്കിൽ 60 വർഷത്തോളം ഞങ്ങൾ ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ്, ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ മദനീയം കുടുംബാംഗങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 അന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ വിശാലത ചെയ്തോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. വേറെയും ഒരുപാട് മഹാന്മാർ ഇത് സത്യമാണ്, ഇത് ഞങ്ങൾ പരിശോധിച്ച് അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയ വേറെയും ഒരുപാട് മഹാന്മാരുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. പറയട്ടെ, എന്നാൽ അന്നത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട് ചില വേറെ വിഷയങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ നടമാടുന്നുണ്ടോ എന്ന ഒരു സംശയം. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും, അന്നത്തെ ദിവസം ഒരു സുറുമയിടുന്ന ഒരു പരിപാടി. സുറുമയിടല് ഒന്നരാടം കൂടുമ്പോ സുറുമയിടല് സുന്നത്താണ്. അതുപോലെ തന്നെ തലയിൽ എണ്ണയിടലും സുറുമയിടലും ഒന്നരാടം കൂടുമ്പോ സുന്നത്താണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അത് സുന്നത്താണ് എന്ന് കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലയിൽ എണ്ണയിടുക, അതുപോലെ തന്നെ കണ്ണിൽ സുറുമയിടുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മുഹറം 10 അന്ന് പ്രത്യേകമായൊരു സുറുമയിടല് അതൊന്നുമില്ല. മഹാനായ ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വഅമ്മാ അഹാദീസുൽ ഇക്തിഹാൽ വൽ ഗസ്ൽ വത്തതയ്യിബ് ഫീ യൗമി ആശൂറാ ഫമിൻ വലയിൽ കദ്ദാബീൻ. അത് കളവാണ്, അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല, അത് കളവ് ചമച്ചുണ്ടാക്കിയതാണ്. അന്നത്തെ ദിവസം സുർമയിടുക, അന്നത്തെ ദിവസം കുളിച്ചാല് പിന്നെ ഒരിക്കലും രോഗം വരൂല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായൊരു സുഗന്ധം ഇടുക. അതേ സമയത്ത് ഒരാള് സുർമയിട്ടു, അന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കൽപ്പിച്ചിട്ടൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാള് അന്ന് കുളിച്ചു, അത് ഇന്നത്തെ ദിവസം കുളിച്ചാൽ രോഗം മാറും എന്നൊന്നും വിശ്വസിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും കുളിക്കലുണ്ട്, അന്നും കുളിക്കാണ്, സ്വാഭാവികം കുളിക്കേണ്ടതല്ലേ, കുളിക്കണം, ആരും കുളിക്കാണ്ടിരിക്കാൻ പാടില്ല. അതേ സമയത്ത് സുഗന്ധം പൂശുക, അതൊക്കെ നല്ല സുന്നത്തായ കാര്യമാണ്. അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ സുന്നത്ത് പുരട്ടലും ഒരു സുഗന്ധം അടിച്ചു വീശലൊക്കെ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ സമൂഹത്തിന്റെ ഇടയിൽ വേറെയും ചില വിഷയങ്ങളുണ്ട്. അന്നത്തെ ദിവസം തന്നെ പ്രത്യേകമായ ഒരു നിസ്കാരം, സുബ്ഹാനല്ലാഹ്, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, വമിനൽ ബിദ്ഇൽ മദ്മൂമാ, ചില എതിർക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. എന്താണെന്നറിയോ? പരിശുദ്ധമായ റജബിലെ 1-ാമത്തെ ജുമഅയുടെ രാത്രിയില് 2 ഇശാഇന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് 12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ, 12 റക്അത്ത് നിസ്കാരം സലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ഒരു നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയും സമൂഹത്തിന്റെ ഇടയിൽ ചില വിശ്വാസങ്ങളുണ്ട്. റജബ് 1-ാമത്തെ വെള്ളിയാഴ്ച രാവ് 12 റക്അത്ത് സ്വലാത്തുർ റഗായിബ്. അങ്ങനെ വേറൊരു വിശ്വാസം എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ശഅബാൻ 15ന്റെ രാത്രിയില് 100 റക്അത്ത് നിസ്കാരം. വേറെ ചിലരുടെ വിശ്വാസം റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച 17 റക്അത്ത് നിസ്കാരം. എന്താണ് അവരുടെ നിയ്യത്ത് എന്നറിയോ? അവരുടെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ഖളാ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ ഒരു 17 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാര്. അങ്ങനെ ഒരേ വിശ്വാസങ്ങളുണ്ട് സമൂഹത്തിന്റെ ഇടയിൽ. ആ നിസ്കാരങ്ങളൊന്നും ശരിയല്ല.
അങ്ങനെ ഒരു നിസ്കാരം ഇസ്ലാമിലില്ല എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുപോലെയാണ് ഈ മുഹറം പവിത്രമായ ആശൂറായിന്റെ രാത്രിയിൽ 4 റക്അത്ത് നിസ്കാരമുണ്ട് എന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ അങ്ങനെ ഒരു നിസ്കാരമുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു നിസ്കാരമില്ല, അതൊരിക്കലും ശരിയല്ല. എന്നാൽ ഒരാള് ഒരു ആശൂറായിന്റെ രാത്രിയിൽ മുത്തലഖായിട്ട് ഒരു വേറെ നിയ്യത്തുകളും ഇല്ലാതെ അന്നത്തെ രാത്രി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അത് പ്രശ്നമാണോ? ഒരിക്കലുമല്ല. സുന്നത്ത് നിസ്കാരം എപ്പോഴും നിർവഹിക്കാവുന്നതാണ്. ഇനി ആശൂറായിന്റെ രാത്രി നിസ്കരിക്കാം, ഇന്നും നിസ്കരിക്കാം, നാളെയും നിസ്കരിക്കാം, മറ്റന്നാളും നിസ്കരിക്കാം. ഒരു 2 റക്അത്ത് നിസ്കാരം ഇനി ആശൂറായിന്റെ അന്ന് ഒരാൾ നിസ്കരിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നല്ല പറയണത്. അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ പാടില്ല. അതാണ് മഹാന്മാരെ എതിർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ വേറെയും ചില വിശ്വാസങ്ങളുണ്ട്. അന്നത്തെ ദിവസം ഒരു ആലിമിനെ സിയാറത്ത് ചെയ്യുക, അതേ ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ സന്ദർശിക്കുക, അങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ ചിലർ വെച്ചു പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കുക, ഒരു യതീമിന്റെ തലോടുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും അന്നത്തെ ദിവസം പ്രത്യേകമായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങളല്ല. ഇനി ഒരാൾ അന്നത്തെ ദിവസം ഒരു ആലിമിനെ സന്ദർശിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ ഒരു യതീമിന്റെ തലയിൽ അന്നത്തെ രാത്രിയില് അന്നത്തെ ദിവസം കൈവച്ചു, എന്നാലും അതൊരു കുഴപ്പമല്ല. അങ്ങനെ ഒരു പ്രത്യേകമായ ആചാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതേ 1000 തവണ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യണം എന്നുവരെ കിതാബുകളിൽ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയും ഇല്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. പക്ഷേ പറയട്ടെ, ഒരാള് അന്നത്തെ ദിവസത്തെ ബഹുമാനിച്ച് സൂറത്ത് ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്താലോ അത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഓ മുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസം എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യമാണ്. ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത് ആശൂറായിന്റെ ദിവസവും ചെയ്യാം. ഇനി അത് ചെയ്തത് കൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് ചെയ്തോട്ടെ, അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഒരു 100 തവണയോ 1000 തവണയോ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരാൾ പാരായണം ചെയ്തു, എന്ത് കുഴപ്പമാ വരാൻ പോകുന്നത്? പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രത്യേകമായ ആചാരമുണ്ട് എന്ന് ഒരു ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പാടില്ല. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ വിഷയം സാന്ദർഭികമായി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മഹാനായ യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹു പറയാണ്, അതാ മഹാനായ അബൂ ഹൈസമ റളിയല്ലാഹു അൻഹു أنا علاء أبو محمد الثقفي قال سمعت أنس بن مالك رضي الله عنه. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ കേട്ടോ, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതബൂക. ഒരു ദിവസം മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ നമ്മൾ തബൂക്കിലായിരുന്നു. അങ്ങനെ തബൂക്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ فطلعت الشمس بشعاع وضياء ونور لم نرها طلعت به فيما مضى. സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം, സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. പ്രകാശം കൊണ്ട് സൂര്യൻ ഇങ്ങനെ വല്ലാതെ അങ്ങ് പ്രകാശം പരത്തുകയാണ്, വല്ലാത്ത പ്രകാശം. സുബ്ഹാനല്ലാഹ്. അതിനു മുമ്പ് അങ്ങനെയൊരു പ്രകാശം സൂര്യൻ പരത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് മഹാനവറുകൾ പറയാണ്,
ഫഅതാ ജിബ്രീലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അടുക്കലേക്ക് വരികയാണ്. ഫഖാല, മുത്തു റസൂലുള്ളാഹി പറയാണ്, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, മാലി അറശംസൽ യൗമ ബിദിയാഇൻ ബനൂരിൻ വശുആഇൻ ലം മറഹാ ത്വലഅത് ബിഹി ഫീമാ മളാ. എന്താണ് ജിബ്രീലേ, ഇന്ന് സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം കാണുന്നുണ്ടല്ലോ, സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം അടിച്ചു വീശുന്നല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രകാശം സൂര്യനിൽ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്, ഇന്നദാക മുആവിയത്തുൽ ലൈസു മാത ബിൽ മദീനത്തിൽ യൗം. ഓ നബിയേ, മദീനയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടിട്ടുണ്ട്. മദീനയിൽ ഒരു സ്വഹാബി വഫാത്തായിട്ടുണ്ട്. ആ സ്വഹാബി വഫാത്തായ കാരണത്താലാണ് സൂര്യൻ വല്ലാതെ പ്രകാശിക്കുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഫബഅസല്ലാഹു 70,000 മലക്കിൻ യുസല്ലൂന അലൈഹി. നബിയേ, 70,000 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട് അവിടുത്തെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ ഹാളിറായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എത്ര വലിയ പദവിയുള്ള സഹാബിയാണല്ലേ. സൂര്യന് വല്ലാത്ത പ്രകാശം, 70,000 മലക്കുകളെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖാല ഫീമ ദാക. ഓ ജിബ്രീലേ, എന്താണ് മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ ഒരു പദവി ലഭിക്കാനുള്ള കാരണം എന്താണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ, കാന യുക്സിറു ഖുൽ ഹുവല്ലാഹു അഹദും ഫിൽ ലൈലി വന്നഹാരി ഫീ മംശാഹു വഖിയാമിഹി വഖുഊദിഹി. ഈ മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു എന്നറിയോ? സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളമായി പാരായണം ചെയ്യുന്ന ആളാണ്. എപ്പോഴൊക്കെയാണെന്നറിയോ? ഫില്ലൈലി രാത്രിയിലെ, വന്നഹാരി പകലിലെ, ഫീ മംശാ അതേ, വഖിയാമിഹി വഖുഊദിഹി അവിടുത്തെ നടത്തത്തിലും അവിടുത്തെ ഇരുത്തത്തിലും മറ്റുള്ള എല്ലാ സമയങ്ങളിലും അവിടുന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നു. എല്ലാ സമയവും അവരുടെ നടത്തത്തിലും അവരുടെ ഇരുത്തത്തിലും അവരുടെ കിടത്തത്തിലും സർവ്വസമയത്തും അവർ പാരായണം ചെയ്യും. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫഹല്ലക യാ റസൂലല്ലാഹ് അൻ നഖ്ബിദ ലകൽ അർള ഫതുസല്ലി അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഭൂമിയെ തങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ചുരുട്ടി തരട്ടെയോ? ആ മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ നബിയേ? എവിടെയാ മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുള്ളത്? പരിശുദ്ധമായ മദീനയിൽ. മുത്തു റസൂലുള്ളാഹി ഉള്ളത് എവിടെയാണ്?
തബൂക്കിലാണ്. ആ തബൂക്കിലുള്ള മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് മദീനയിൽ എത്തണമെങ്കിൽ മാസങ്ങളുടെ വഴി ദൂരമുള്ള യാത്ര വേണം. വളരെ ദൂരത്താണല്ലോ. അത്രയും ദൂരത്ത് നിന്ന് എങ്ങനെ മദീനയിൽ എത്താനാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, ഭൂമിയെ ഞാൻ ചുരുട്ടി തരട്ടെയോ? സുബ്ഹാനല്ലാഹ്. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ മാല പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഭൂമിയൂരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ ഭൂമിയാതൊക്കെയും എന്ന് പറഞ്ഞ മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, നബിയെ, ഭൂമിയെ ഞാനൊന്ന് തങ്ങൾക്ക് വേണ്ടി ചുരുട്ടി തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം യാ ജിബ്രീൽ, എങ്കിൽ അങ്ങനെയാവട്ടെ. ഫസല്ലാ അലൈഹി സുമ്മ റജഅ. ഇബ്നു അബിദ്ദുന്യ എന്ന വലിയ മഹാൻ അവരുടെ ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ തബൂക്കിൽ നിന്ന് ഭൂമിയെ ജിബ്രീൽ അലൈഹിസ്സലാം ചുരുക്കുകയാണ്. ആ ചുരുക്കിയ സമയം തബൂക്കിൽ നിന്ന് മദീനയിലെത്തുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ ഇമാമായി പങ്കെടുത്തതിന്റെ ശേഷം മുത്തായ തങ്ങളെ തിരിച്ച് അതാ തബൂക്കിൽ എത്തിച്ചേരുന്നു. സുബ്ഹാനല്ലാഹ്. സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ധാരാളമായി പാരായണം ചെയ്തപ്പോ മുആവിയത്ത് ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത പദവിയും അംഗീകാരവും നോക്കണം നിങ്ങള്. അവിടെ നമുക്ക് ഓതാലോ എല്ലാ സമയത്തും സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം തവണ പാരായണം ചെയ്യാം. അത് ആശൂറായിന്റെ അന്നും ഓതാം, താസുവായിന്റെ അന്നും ഓതാം, ഇന്നും ഓതാം, നാളെയും ഓതാം, എപ്പോഴും ഓതാം. അതുകൊണ്ട് ഒരാൾ ആശൂറായിന്റെ അന്ന് കുറെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതി, ഒന്നും കുഴപ്പമൊന്നുമല്ല, അങ്ങനെ ഓതാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ സൂറത്തിനോടുള്ള മദതും ബഹുമാനവും ഇഷ്ടവും അള്ളാഹു നമ്മുടെ ഖൽബിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ധാരാളം ആ പരിശുദ്ധമായ ആ സൂറത്ത് പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മുടെ നാവുകൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.